നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആ അബവ എന്ന പ്രദേശത്ത് ആരോരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് രോഗിയായി. രോഗം മൂർച്ഛിച്ച്. ആരേ ഉള്ളൂ കൂടെ? മകനും അടിമ സ്ത്രീയും മാത്രമേ ഉള്ളൂ. അവസാനം ആ രോഗത്തിൽ അബവ എന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവർ വഫാത്തായി, മരണപ്പെട്ടു. ചരിത്രത്തിൽ ഇത്രേ ഉള്ളൂ, മരണപ്പെട്ടു. എന്നിട്ട് അവിടെ അവരെ മറമാടിയിട്ട് തിരിച്ച് മക്കത്തേക്ക് വന്നു എന്നാ ചരിത്രത്തിലുള്ള. പക്ഷെ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ആ രംഗം ഒന്ന് ഇങ്ങനെ മനസ്സിൽ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചേ. ഒരു ചെറിയ മകന്റെ കൂട്ടത്തിൽ ഒരു അടിമ സ്ത്രീ മാത്രമേ ഉള്ളൂ. മരുഭൂമിയിലുള്ള, വേറെ ആരുമില്ല, സഹായത്തിനൊന്ന് വിളിക്കാൻ പോലും ആരുമില്ല. രോഗമായിട്ട് മരണത്തോട് മല്ലിട്ടിട്ട് കിടക്കുക ഈ ഉമ്മ. ആ മകൻ അടുത്തിരുന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അവസാനം ഉമ്മയുടെ ദേഹത്ത് നിന്ന് ആ റൂഹ് പോകുന്നതും 6 വയസ്സുള്ള ഈ ബാലൻ കണ്ടിട്ടുണ്ടാവില്ലേ. ഉമ്മ ഒരു പക്ഷേ ചിലപ്പം ആ മകന്റെ മടിയിലായിരിക്കണം തല വെച്ചിട്ടുണ്ടാകുക. അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഉമ്മയെ ഇനി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കബർ കുഴിയെടുക്കണ്ടേ? ആ അടിമ സ്ത്രീയായ ആ ബറക്കക്ക് മാത്രം ഒറ്റക്ക് കുഴിയെടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ എന്തായാലും സഹായത്തിന് വേണ്ടി മകനെയും വിളിച്ചിട്ടുണ്ടാവണം. 6 വയസ്സുള്ള ആ ബാലൻ ആ കുഞ്ഞു കരങ്ങൾ കൊണ്ട് തന്റെ ഉമ്മയ്ക്ക് വേണ്ടിയുള്ള കബർ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മണ്ണ് വാരി എടുത്ത് പുറത്തിട്ടിട്ട് കുഴിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടാവണം. ആ സമയത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ മനസ്സൊന്ന് വായിക്കാൻ ശ്രമിച്ച് പൊട്ടിപ്പോയിട്ടുണ്ടാവില്ലേ. അതിനുശേഷം ഈ ഉമ്മയുടെ മൃതശരീരം മയ്യത്ത് എടുത്ത് ആ കുഴിയിൽ വെക്കണ്ടേ? ആ സ്ത്രീക്ക്, ആ ഭൃത്യക്ക് ഒറ്റക്ക് അതിനു വേണ്ടി സാധിക്കും. ഇത് ചരിത്രത്തില്ല, ഞാൻ വരികൾക്കിടയിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു രംഗം അത്. ആ സ്ത്രീക്ക് ഒറ്റക്കെടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്വന്തം ഉമ്മയെ പിടിച്ചു പൊക്കിക്കൊണ്ട് ആ കബറിലേക്ക് വെക്കാൻ വേണ്ടി സഹായിച്ചത് ആരായിരിക്കണം? നമ്മുടെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽക്കായിരിക്കും. അവിടുന്ന് ആ കരങ്ങൾ കൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ടാകണം. ആ സമയത്ത് അവിടുത്തെ ഹൃദയം ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുന്ന സമയത്ത്, അതിനെ മൂടുന്ന സമയത്ത് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, എത്രമാത്രം നൊന്തിട്ടുണ്ടാവും. ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രശ്നം വരുമ്പോഴും, എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും, എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസത്തെ പറ്റി ചെറുങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ലാതായിത്തീരും, പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമേ അല്ലാതായിത്തീരും.